അപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തകർപ്പൻ വിജയമാണ് കണ്ണൂരിൽ UDF നേടിയത്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് അഡ്വാൻസ് ചെയ്തു വന്നു കണ്ണൂർ ജില്ലയിൽ. ഇടതുപക്ഷത്തിൻ്റെ കൊട്ടക്കൊത്തളങ്ങളിൽ പോലും നമ്മുടെ UDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് പ്രതീക്ഷക്കപ്പുറത്തുള്ള വോട്ടുകൾ കിട്ടി. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ജനസമൂഹം ഐക്യജനാധിപത്യ മുന്നണിക്ക് പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിൻ്റെ റിസൾട്ടായി നമുക്ക് കിട്ടിയിരിക്കുന്ന വിജയം, ആ വിജയത്തിൻ്റെ തുടർച്ച കൊണ്ടുപോകാൻ നമ്മളതിൻ്റെ കമ്മിറ്റിയുടെ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് നിലവിൽ കോർപ്പറേഷൻ്റെ അകത്ത് തുടരുന്ന ശ്രീമതി ഡെപ്യൂട്ടി മേയറായിരുന്ന ശ്രീമതി പി ഇന്ദിരയെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഐകകണ്ഠ്യേനയുള്ള തീരുമാനമാണ് ആ തീരുമാനം. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു വലിയൊരു മാസ് പ്രൊജക്റ്റ് നമ്മൾ കണ്ണൂരിലേക്ക് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മാസ് പ്രൊജക്റ്റ് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഈ നഗരസഭ അത് പ്രാവർത്തികമാക്കും എന്നതുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അത് വലിയൊരു മാസ് പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ മഹത്വവും അതിൻ്റെ മഹാത്മ്യവും മനസ്സിലാവും. അതുകൊണ്ട് ആ വളരെ സെറ്റിൽഡായ, വളരെ പ്രീ പ്ലാൻഡായ ഒരു നടപടിയുമായിട്ടാണ് കണ്ണൂർ DCC ഈ വിഷയത്തിൽ മുൻപോട്ട് പോകുന്നത്. എല്ലാ ആളുകളും വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്മിറ്റിക്കകത്ത് ചർച്ച നടത്തുമ്പോൾ ആ ചർച്ചയിൽ എല്ലാ ആളുകളും ഉന്നയിച്ച പേര് ഒരു ഐകകണ്ഠ്യേനയുള്ളൊരു പേരായിട്ടാണ് ഇന്ദിരയുടെ പേര് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ദിരയാണ് വരാൻ പോകുന്ന നമ്മുടെ കോർപ്പറേഷൻ മേയർ. ഇതിനകത്ത് മീഡിയാസിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ന്യായമായ സഹായങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അതിനുള്ള നന്ദി പറയുകയാണ്. ഇവിടെ ബഹുമാനായ നേതാവ് സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ഒരു കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കോർ കമ്മിറ്റി യോഗം ചേർന്ന് എടുത്ത ഏകകണ്ഠേനയുള്ള ഒരു തീരുമാനമാണ് ബഹുമാനായ കെ സുധാകരൻ MP. അദ്ദേഹമാണ് ഇത്തരമൊരു, കാരണം നമുക്കറിയാം ഇന്ദിര കണ്ണൂർ കോർപ്പറേഷൻ്റെ PWC ചെയർമാനായിരുന്നു നേരത്തെ. അതിനു മുമ്പ് കണ്ണൂർ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു. ഇപ്പോൾ നിലവിൽ ഡെപ്യൂട്ടി മേയറായി വർക്ക് ചെയ്യുകയാണ്. നല്ല അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. വനിതാ കോളേജ് യൂണിയൻ ചെയർമാനായി തുടങ്ങി KSU രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന് മഹിളാ കോൺഗ്രസിലെ ഭാരവാഹിയായി ഇപ്പോൾ DCC മെമ്പർ കൂടിയായിട്ടുണ്ട് ഉള്ള ഒരു വ്യക്തിയാണ്. എല്ലാ തലത്തിലുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിലും നമ്മുടെ കൂടെ തന്നെ അനുഭവ സമ്പത്തും പാരമ്പര്യവും പാർട്ടി സ്ഥാനങ്ങളും ഒക്കെയുള്ള പലരും ഉണ്ട്. പക്ഷേ അതിലെല്ലാം വെച്ച് നോക്കുമ്പോൾ ഡെപ്യൂട്ടി മേയർ എന്ന നിലയിൽ കൂടുതൽ പരിഗണന ആണ് നമ്മൾ നേതൃത്വം ഒന്നടങ്കം നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് ഇന്ദിരയെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ചാർജ് വഹിക്കുന്ന MP-യുടെ സാന്നിധ്യത്തിൽ അത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത എല്ലാ സഹായങ്ങൾക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. 21-ാം തീയതിയാണ് മെമ്പർമാരുടെ സത്യപ്രതിജ്ഞ. 26-ാം തീയതിയാണ് മേയർ തെരഞ്ഞെടുപ്പ്. 21-ാം തീയതിയിലെ സത്യപ്രതിജ്ഞയും 26-ാം തീയതിയിലെ മേയറിൻ്റെ സത്യപ്രതിജ്ഞയും നമ്മുടെ സ്റ്റേഡിയം കോർണറിൽ സ്റ്റേജിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാവരെയും ഞങ്ങൾ അതിനകത്ത് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ സഹായങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തും. ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഒരു മുന്നണിയല്ല, ഒരു പാർട്ടിയായിട്ടാണ് മുസ്ലിം ലീഗും കോൺഗ്രസും മുന്നോട്ട് പോയിട്ടുള്ളത്. അത് തന്നെ നമ്മൾ തുടരും. ഡെപ്യൂട്ടി മേയറുടേത് സാധാരണ കോൺഗ്രസിൻ്റെ മേയറായിരിക്കുമ്പോൾ ഡെപ്യൂട്ടി മേയർ വരുന്നത് ലീഗാണ്. അത് അവർ തീരുമാനിക്കും. അല്ല, നമ്മളെ ഇടയിൽ നമ്മളെ ഈ കോർ കമ്മിറ്റിയിൽ ഇപ്പോൾ മോഹനായ MP പറഞ്ഞു, കോർ കമ്മിറ്റിയിൽ ഒരു പേരെ നമ്മൾ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളൂ. അത് MP യുടെ തുടക്കം മുതൽ ആ ഒരു പേരാണ്. ചാനലുകളാണ് പേരുകൾ കൊണ്ടുവന്നത്.
അവിടെ ഈ വരുന്ന പേരുകൾക്കൊക്കെ തന്നെ നല്ല കഴിവുള്ള വ്യക്തിത്വങ്ങളാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ നമ്മൾ അല്ല അതല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകി, അപ്പൊ മേയർ നേരത്തെ പ്രഖ്യാപിച്ചു, അതിന് കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അത് നമ്മൾ അഭിനന്ദിക്കാൻ വേണ്ട നിങ്ങള്. നിങ്ങൾക്ക് 2 ദിവസം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാവും, ഒരു കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അല്ല, പക്ഷെ വേറെ കാര്യമുണ്ട്. ഈ 13-ാം തീയതി മുതൽ ഇത്രയും ദിവസം വരെ നിങ്ങൾ കുറച്ച് പേരെ മേയർമാരും അവർ വലിയ വിവാദം ഒന്നും ഉണ്ടാക്കിയില്ല, പരിഗണിക്കുന്നൊക്കെ പറഞ്ഞു, മാന്യമായിട്ടൊക്കെ പറഞ്ഞു. ശരിയല്ല. നിങ്ങൾ കോൺഗ്രസിന്റെ അകത്ത് പുതിയ ഓരോന്ന് നിങ്ങൾ കാണുകയാണ്. അതിലൊന്നാണ് ഈ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക പ്രവർത്തനം. കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തനം ഇതുപോലെ ഇതിനു മുമ്പ് ഒരു കാലത്തും നടന്നിട്ടില്ല. ഇനിയും നമ്മൾ നടത്താൻ പോകുന്നത് അത് തന്നെയാണ്. ആ കർശനമായ പ്രവർത്തന പരിപാടികൾ താഴെത്തട്ടിൽ മുതൽ മുകളിലോട്ട് വരെ കൊണ്ടുവരികയാണ് നമ്മുടെ ലക്ഷ്യം. കണ്ണൂരിൽ നമ്മൾ വളരെ അടുക്കും ചിട്ടയുമുള്ള ഒരു കേഡർ സിസ്റ്റത്തിലുള്ള ഒരു പാർട്ടി വർക്ക് നമ്മളിവിടെ സംഘടിപ്പിക്കും. അതിനുള്ള ആസൂത്രണങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ആസൂത്രണങ്ങളൊക്കെ പ്രാവർത്തികമാക്കുമ്പോൾ നിങ്ങൾക്കത് കണ്ടു കാണാം. നമുക്ക് കണ്ണൂർ ജില്ലയിലെ 9 ഗ്രാമപഞ്ചായത്തുകൾ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കറിയാം, മയ്യിൽ ജില്ലാ ഡിവിഷൻ നിങ്ങൾ പരിശോധിച്ചാൽ മതി. അത് CPM-ൻ്റെ അതിനകത്തുള്ള ഡിവിഷനുകളെല്ലാം CPM-ൻ്റെ മെജോറിറ്റി ഉള്ള ഡിവിഷനുകളാണ്. അത് നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പെർലശ്ശേരി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ 1 സീറ്റും 4 സീറ്റൊക്കെ ആക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുണ്ടേരി പഞ്ചായത്ത് ഈക്വലായിട്ട് വന്നിട്ടുണ്ട്. ചെമ്പിലോട് പഞ്ചായത്തിൽ 1 സീറ്റിനാണ് ചെമ്പിലോട് പഞ്ചായത്തൊന്നും നമ്മൾ ഇതുവരെ ആ ഭരണത്തിൻ്റെ ഭാഗത്തേക്ക് പോകാത്തതാണ്. അവിടെ ഇപ്പോൾ 1 സീറ്റിനാണ് പോയിരിക്കുന്നത്. ചെങ്ങളായി പഞ്ചായത്ത് നമുക്ക് ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തും കിട്ടുമായിരുന്നു. ചെങ്ങളായി പഞ്ചായത്തിൽ 1 ഡിവിഷൻ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അത് പോയത്. ഇങ്ങനെ അതുപോലെ പേരാവൂരിലെ നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ സീറ്റുകളും നമുക്ക് തിരിച്ചെടുക്കുവാനും തിരിച്ചു പിടിക്കുവാനും CPM-ൻ്റെ അടുത്തു നിന്നുള്ള പഞ്ചായത്തുകളെ മുന്നേറ്റം ഉണ്ടാക്കാനും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നിരവധി അക്രമ പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് മമ്പറം ടൗൺ ഉൾപ്പെടെ നിങ്ങൾക്കറിയാം, മമ്പറം ടൗണിൽ പോലും പട്ടാപ്പൽ കയറിയാണ് അക്രമം നടത്തിയിരിക്കുന്നത്. അത് പക്ഷേ ജയരാജൻ പറഞ്ഞതല്ല പടക്കമല്ലേ ഇത്. ജയരാജൻ പറഞ്ഞ പടക്കത്തിൻ്റെ ജയരാജൻ പടക്കം മാത്രമേ പറയുള്ളൂ, നിങ്ങൾക്കറിയാമല്ലോ. ജയരാജൻ പറഞ്ഞ് ജയരാജനെ അവിടെ ബോംബ് പൊട്ടിയത്, പക്ഷെ ജയരാജൻ പറഞ്ഞ പടക്കം. ജയരാജന് പിന്നെ ബോംബും പടക്കമൊന്നും മനസ്സിലാവാത്തൊരു സാധനമാണ്. ചടക്കം പൊട്ടിയാലും ബോംബാന്ന് പറയും, ബോംബ് പൊട്ടിയാൽ ചടക്കാന്ന് പറയും. ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ CPM-ൻ്റെ ഗുണ്ടകൾ കാണിച്ച അക്രമം കണ്ണൂർ ജില്ലാ രാഷ്ട്രീയത്തിൽ ഒരാദ്യത്തെ അധ്യായമാണ്. ഇത്രയേറെ അക്രമം നടത്തിയ ഒരു കാലഘട്ടം ഒരിക്കലും ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് നമ്മുടെ ആളുകളെ പിന്തിരിപ്പിക്കാൻ അവർ നടത്തിയ ഗുണ്ടായിസം വളരെ വളരെ വലുതാണ്. എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ ബൂത്തുകളിൽ അവർ കയറി വോട്ടർ നമ്മുടെ നമ്മുടെ സ്ത്രീകളെ അടക്കം നമ്മുടെ ബൂത്തിലിട്ട് തല്ലിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. നമ്മളെ മഹാത്മാ ഇവിടെ നമ്മുടെ മമ്പറത്ത് നിങ്ങൾക്കറിയാലോ. അത് മമ്പറത്തൊക്കെ പച്ചാപ്പകലാണ് പാനൂർ പാറാട് അവിടെയൊക്കെ നടന്നത് തനി ഗുണ്ടായിസമാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരിക്കലും യോജിക്കാത്ത ഏറ്റവും ഭീകരമായ ഒരു അക്രമ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. എന്ത് കേസിന് വരാം. ഒരു പാട്ട് പാടുന്നതിന് കേസെടുക്കുക എന്ന് പറയുന്നത് വിവരക്കേടല്ലേ? എന്ത് ചെയ്യും? കോടതി ശിക്ഷിക്കും അയാളെ. ഈ കേസെടുക്കാൻ പോകുന്ന പോലീസുകാർക്ക് നാണവും മാനവും ഉണ്ടോ? ഒരു പാട്ടുണ്ടാക്കിയാൽ ആ പാട്ടുണ്ടാക്കിയതിനെതിരെ കേസെന്താ? നാട്ടിൽ എത്ര പാട്ടുണ്ടാക്കുന്നുണ്ട്, എന്തെല്ലാം പാട്ടുണ്ട്. അമ്പലത്തിലെ സ്വർണം കട്ടുകൊണ്ടുപോയി, അതിന് പ്രശ്നമില്ല. കോടികളുടെ സ്വർണം കടത്തിയതിന് അടി ആർക്കും പ്രശ്നമില്ല. ഇവിടെ പ്രശ്നം അത് പറഞ്ഞു പോയതിനാണ്. ഉണ്ടായത്
BJPയും സീറ്റുകളും LDF സീറ്റുകളുമായി വോട്ട് ഷെയർ ഉണ്ടായിട്ടുണ്ട്. SDP സീറ്റുകളിൽ CPM വോട്ടില്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം അതിജീവിച്ചാണ് നമുക്ക് ഈ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. BJP നടത്തിയ മറ്റൊരു ഏറ്റവും പരിഹാസ്യമായ നടപടി പിന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിൻ്റെ പേര് മാറ്റാൻ നടത്തിയ ഈ നടപടി എന്തൊരു ലജ്ജാകരമാണ്. മഹാത്മാഗാന്ധിയുടെ പേരിൽ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ അകത്തുനിന്ന് മഹാത്മജിയുടെ പേര് മാറ്റിക്കളയാൻ വേണ്ടി എന്ത് വൃത്തികേടാണ് ഇവർ കാണിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്ക് ആരെങ്കിലും വിചാരിച്ചാൽ മഹാത്മാഗാന്ധിയെ മറക്കാനോ മഹാത്മാഗാന്ധിയെ തിരസ്കരിക്കാനോ സാധിക്കുമോ? ഈ നാടിന്റെ സൃഷ്ടികർത്താവല്ലേ മഹാത്മജി. ആ മഹാത്മജിയുടെ ഒരു പേരുകൾ വരുന്നത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അപക്വമായ രാഷ്ട്രീയം ഈ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന് ഭീഷണിയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അല്ല അതല്ല CPM ഗാന്ധിയുടെ പ്രതിഭ തകർക്കുന്നു, BJP രാജീവ് ഗാന്ധിയെ കൊല്ലുന്നു. ഈ രാജ്യത്ത് എവിടെയാണ് എങ്ങോട്ടായി രാജ്യം പോകുന്നത്? ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാൻ ജനകോടികളെ സംഘടിപ്പിച്ച ഒരു മഹാത്മാവായ ഒരു നേതാവ്, ആ നേതാവിനെ ഇങ്ങനെ അപമാനിക്കാനും തരം താഴ്ത്താനും ശ്രമിക്കുന്ന രാഷ്ട്രീയം കിരാതമാണ്, ക്രൂരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹം.